ഇന്ന് ഉച്ച തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ പിള്ളേരുടെ കൂടെ കുറേ നേരം ഇരുന്നു. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ വേറെ കുറേ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ കുറേ തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഉച്ച മുതൽ വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് കഴിച്ച കുറേ പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കഴുകാനൊന്നും വന്നില്ല, അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും. പിന്നെ ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും മെയിനായിട്ടുള്ള കുറേ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വെയിലാണേലും കുഴപ്പമില്ല, അങ്ങ് പോയി എല്ലാം അങ്ങ് കഴുകിയെടുക്കാമെന്ന് കരുതി അങ്ങനെ വെയിലത്ത് നിന്നിട്ട് പാത്രം കഴുകുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ചൂടും നല്ല വെയിലുമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു 12 മണി, ഒരു 11:30 കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാത്രം കഴുകുന്ന ഭാഗത്തായിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത വെയിലാണ് കേട്ടോ. പിന്നെ പാത്രമൊക്കെ ഇവിടെ കിടന്നാലും നല്ലപോലെ പഴുത്ത് കിടക്കും. അടുപ്പേ വെച്ചിട്ടെടുത്ത രീതിക്ക് നല്ല ചൂടായിരിക്കും കേട്ടോ. ഒന്നിനും പിടിക്കാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന വെള്ളവും ടാങ്കിൽ കിടക്കുന്ന വെള്ളമൊക്കെ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ പാത്രത്തിലൊക്കെ ഒന്ന് കോരി ഒഴിച്ച് തണുപ്പിക്കാനും പറ്റത്തില്ല കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് വന്ന് എല്ലാം അങ്ങ് കഴുകി കേട്ടോ. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു, കുറേ ഗ്ലാസും സ്പൂണും ഒക്കെ കേട്ടോ. സാധാരണ കുറച്ച് ആകുമ്പോഴത്തേനങ്ങ് കഴുകണയാണ്. പക്ഷേങ്കിൽ ഒരു മടിയായിപ്പോയി. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് പിള്ളേരുടെ വഴക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയം നോക്കി വേണം ഓടിപ്പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്പാടി ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോണങ്ങ് കാത്തു അങ്ങ് വെച്ച് കൊടുത്താൽ പിന്നെ ഇപ്പം എങ്ങും ഫോൺ തരത്തില്ല. അതുകൊണ്ട് പിന്നെ കിട്ടിയ സമയത്ത് പിള്ളേരൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്ന സമയത്ത് വേഗം പോയി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പാത്രങ്ങളൊക്കെ എന്നാൽ പിന്നെ കഴുകാമെന്ന് കരുതി അങ്ങനെ അങ്ങ് കൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടോ. കുറുക്കുണ്ടാക്കിയ ചട്ടിയും മീൻ വറുത്ത ചട്ടിയും അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വന്ന് ഞാൻ നിന്ന് കഴുകുകയാണ് കേട്ടോ. മേളിലിട്ട് നോക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ ചൂടാണ്. ഞാൻ രാവിലെ മേല് കുളിച്ചാണ് കേട്ടോ. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് മേല് പോയി കഴുകിയായിരുന്നു. വൈകുന്നേരമാണ് ഞാൻ തല നനച്ച് കുളിക്കുന്നത് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും തല നനച്ച് തോന്നുവാണെങ്കിൽ കുളിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കുളിക്കും അങ്ങനെ. പിന്നെ ദേ അവിടെ ഇരുന്ന ആ ഒരു കറുത്ത വീപ്പയിലെ വെള്ളത്തിന് നല്ല ചൂടായതുകൊണ്ട് ഇനി ടാങ്കിൽ കിടന്ന വെള്ളം കുറച്ച് കോരാമെന്ന് വെച്ചപ്പോഴത്തേനും അത് അതിലും വലിയ ചൂട് കേട്ടോ. പിന്നെ അതങ്ങ് കോരിയങ്ങ് എടുത്ത് കുറച്ച് പാത്രം കൂടി ബാക്കി കഴുകാനുള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ ദേ ടാങ്കിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ കോരി. പിന്നെ ആ ഒരു ബേസൻ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ ചോറിട്ട് തണുപ്പിക്കുന്ന ബേസനാണ് കേട്ടോ. അതിലാണ് ഞാൻ പാത്രമൊക്കെ കഴുകുന്നത്. ശരിക്കും അത് പാത്രം കഴുകാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേങ്കിൽ ഈ ചൂട് ചോറൊക്കെ ഉള്ളപ്പോഴത്തേക്കും പട്ടിക്കുട്ടന്മാർക്ക് അതിൽ നിരത്തിയിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ടൊന്ന് തണുപ്പിച്ച് അതിന് ശേഷമാണ് പിന്നെ അവരുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ആ ബേസൻ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയൻ അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു ചട്ടിയും പിന്നെ മീൻ വറുത്ത പാത്രവും മുട്ട പൊരിച്ച പാത്രവും അങ്ങനെ ഓരോരോ പാത്രങ്ങൾ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുവിധം ഒന്ന് കഴുകി ഒന്ന് അവിടെ തന്നെ വീണ്ടും ഇട്ടതിന് ശേഷം ബാക്കി പാത്രമൊക്കെ കൊണ്ട് വെക്കാമെന്ന് കരുതി. കാരണം ഇതുപോലെ ഞാൻ പാത്രം കഴുകിയിട്ട് ആ വീപ്പയുടെ സൈഡിൽ വെച്ചിട്ട് മൊത്തം അപ്പുറത്തോട്ട് പോയി കേട്ടോ. പിന്നെ ആദ്യം മുതൽ അതിൻ്റെ ഇടയിൽ കൂടെ നൂണ്ട് കയറി ഓരോ സ്പൂണും ഗ്ലാസ്സും എല്ലാം പെറുക്കി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ കുറച്ചായിട്ട് അങ്ങ് കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി വന്ന് കഴുകാമെന്ന്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ അഴുക്കിലോട്ട് പോകും കേട്ടോ. അവിടെ ഇതൊരു തോടായിരുന്നു, അത് മണ്ണിട്ട് മൂടിയിട്ട് കുറച്ച് ഭാഗം നമ്മളിങ്ങനെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു ചാക്കുമരയുടെ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ കഴുകണ വെള്ളവും പിന്നെ വേസ്റ്റും ഒക്കെ പോകുന്നതുകൊണ്ട് ഈ പാത്രം എങ്ങാനും ഊർന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, പിന്നെ കൊണ്ട് വിറ്റാൽ മതി എല്ലാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പേടിച്ച് വേഗം തന്നെ അത് അവിടെ നിന്ന് എല്ലാം എടുത്ത് പെറുക്കി അപ്പുറത്ത് മേശപ്പുറത്ത് അങ്ങ് കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി വന്ന് കഴുകാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി വന്ന് കഴുകുവാണ്. ചീനച്ചട്ടിയും പിന്നെ ആ ഒരു പാനും പിന്നെ 1-2 ചെരുവും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ കറിയൊക്കെ വേവിച്ച് ഒരു കറിയുടെ കഷ്ണങ്ങളൊക്കെ വേവിച്ച ഒരു പാത്രവും പിന്നെ പയർ വേവിച്ച പാത്രവും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ 1-2 മണിക്കൂർ കുതിർത്തിട്ടെങ്കിൽ മാത്രമേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പം തന്നെ കഴുകാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ എല്ലാം ഒട്ടിയിരിക്കുമായിരിക്കും. നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് ഉരച്ചൊരച്ച് കഴുകേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് നിറച്ച് വെള്ളം ഒഴിച്ചിടും. ഏത് പാത്രത്തിലാണ് നമ്മൾ എന്ത് റെഡിയാക്കിയാലും അതെല്ലാം നികക്കെ വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുതിർന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ എല്ലാം എടുത്ത് ആദ്യം ഒരു കഴുകത്തുള്ളൂ. അങ്ങനെ കുറച്ച് കുട്ടിപ്പാത്രവും കുറച്ച് കുറുക്കെടുത്ത പാത്രവും പിന്നെ ഒരു ചീനച്ചട്ടിയൊക്കെ അവിടെ നിന്ന് കഴുകുവാണ്. ഭയങ്കര വെയിൽ കാരണം എനിക്ക് മേപ്പോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അനിയനോടാണ് വർത്തമാനം പറയുന്നത് കേട്ടോ. അവൻ ആ ബേസിൻ വേണം, അതിനുകൊണ്ട് നോക്കിയിരിക്കുവാണ്. സാധാരണ 1 മണി 1:30 ആകുമ്പോഴത്തേക്കും പട്ടിക്കുട്ടന്മാർക്ക് ചോറ് കൊടുക്കണതാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് താമസിച്ച്. പിന്നെ ഭയങ്കര ചൂടല്ലേ, പിന്നെ അവരുടെ 3 പേരുടെ അടുത്ത് ഓരോ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ചോറിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. ഉച്ചയ്ക്ക് ചോറ് കൊടുത്താലും കഴിക്കത്തില്ല, വെറുതെ എടുത്ത് കളയത്തേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ പിന്നെ ഞാൻ ദേ അവിടെ നിന്ന് ആ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ബേസ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ദേ വെള്ളത്തിനൊക്കെ നല്ല ചൂടാണ്, ശകലം വെള്ളം പോലും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ നല്ല പോലെ നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ പിന്നെ ഈ ടാങ്കിൽ കിടക്കണ വെള്ളത്തിലൊക്കെ അങ്ങ് കുളിക്കാം കേട്ടോ. പ്രത്യേകിച്ച് വെള്ളം ചൂടാക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു സമയത്ത് പുഴയിലൊക്കെ പോയി ഇറങ്ങി നിൽക്കാൻ തോന്നും, അത്രയ്ക്ക് ചൂടാണ്. അങ്ങനെ ദേ ഞാൻ അവിടെ നിന്ന് അനിയനുമായിട്ട് വർത്താനം പറയുകയാണ് കേട്ടോ. ബേസിൻ വേഗം ആ ചോറ് കൊടുക്കണം, സമയം പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിടുക്കം കൂട്ടി പാത്രം കഴുകാണ് കേട്ടോ. കാരണം ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു അങ്ങനെ അങ്ങോട്ട് കുഴി ഭാഗത്തായിട്ട് പാത്രം കിടക്കണ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഓരോന്നേ കഴുകിയതിന് ശേഷം തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പാത്രം കഴുകാൻ കുറേ വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതേ ആൾ ബേസത്തിന് വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ തരാം, പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ, അങ്ങോട്ട് വെയിലത്തുനിന്ന് മാറി നിന്നോളാൻ പറഞ്ഞിട്ട് അങ്ങ് ഓടിച്ച് വിട്ടു. ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞിട്ട്, കാരണം ചോറിന് നല്ല ചൂടായതുകൊണ്ട് അതൊന്ന് നിരത്തി കുറച്ച് നേരം ഇട്ടേക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു കുഞ്ഞി ചെരുവ് എടുത്തോളാം, ഇപ്പം എങ്ങും പാത്രം കഴുകി തീരത്തില്ലോ എന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ട് ഒരു കുഞ്ഞി ചെരുവ് എടുത്തുകൊണ്ടങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അതിൽ ചോറ് നിരത്തി ഇടാം. പിന്നെ 3 പേരല്ലേ ഉള്ളൂ പട്ടിക്കുട്ടന്മാർ, ബാക്കി എല്ലാവരും ചത്തുപോയി കേട്ടോ. ഓരോ അസുഖങ്ങളൊക്കെ വന്ന് ചത്തുപോയി. 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് മതി. പിന്നെ കഴിക്കോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല കേട്ടോ. കാരണം ഏത് സമയത്ത് ഉച്ചയ്ക്ക് എപ്പോൾ കൊടുത്താലും കഴിക്കാറില്ല, വെറുതെ എടുത്ത് കളയുവാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ എൻ്റെ പാത്രം കഴുകെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ദേ നമ്മുടെ തുണിയൊക്കെ വിരിക്കുന്ന ആ ഒരു പറമ്പിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ടിപ്പുറത്തെ പറമ്പ് തന്നെയാണ്. ഇവിടെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഇതിനകത്തിരുന്ന് ചക്കക്കുരു ഒരുക്കണ ഒരു വീഡിയോ. അന്നേരം 4 കാല് താട്ടിയിട്ട് മേളിൽ 3-4 ചൂട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊരു ഷെഡായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വാഴത്തോട്ടം. ഇവിടെ നിന്നാണ് ഞാൻ പൊതിച്ചോറിനൊക്കെ ഇലയൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഴയുടെയൊക്കെ ഇടയിൽ ഒരു കുഞ്ഞ് ഷെഡ്, കാരണം അകത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങോട്ടേക്ക് മാറി കേട്ടോ. ഷെഡൊക്കെ നല്ല രീതിയിലാക്കിയതിന് ശേഷം കട്ടിലൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഇവിടെയാണ് രാത്രിയും പകലും ഒക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ അമ്മ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നത്തെ വീഡിയോ ഒക്കെ വൈകുന്നേരമാണ് കേട്ടോ എടുത്തത്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അമ്പാടിക്ക് കേക്ക് വേണം, ബിസ്ക്കറ്റ് വേണം, പിന്നെ ഐസ്ക്രീം പോലത്തെ മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ കടയിൽ പോയിട്ട് ഐസ്ക്രീം മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഐസ്ക്രീം എല്ലാം തിന്നതിന് ശേഷം അതിൻ്റെ ഒരു കപ്പെടുത്ത് കുഞ്ഞുവാവയുടെ തലയിൽ വെച്ച് കമത്തണ വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് രസം തോന്നിയപ്പോൾ തന്നെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അവൻ്റെ തലയിലെടുത്ത് അങ്ങനെ വെച്ചിട്ട് അത് താഴെ പോകുമ്പോഴത്തേക്കും വീണ്ടും എടുത്ത് വെക്കും. പിന്നെ അതേ അനിയൻ പോയിട്ട് കുറേ കിറ്റ് പച്ചക്കറി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കിറ്റ് ഞാൻ എൻ്റെ പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒക്കെ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ പോയിട്ട് തലയോലപ്പറമ്പിന് പോയിട്ട് ഒരു കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇതിൽ അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. 100 രൂപയുടെ കിറ്റാണല്ലോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് അലച്ച് വീഴുന്നത് കൊണ്ട് തന്നെ അവിടെ അതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ അത് കയ്യോടുകൂടി ഓരോന്ന് എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് പൊതിച്ചോറൊക്കെ കെട്ടാൻ നേരത്തിൽ 3-4 കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി ഒരുപാട് സന്തോഷമായി കേട്ടോ. എനിക്ക് കുറച്ചധികം പച്ചക്കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. മീനുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ദേ അവിടെ ഇരുന്നിട്ട് ഓരോന്നേ ആയിട്ടിങ്ങ് എടുത്തിടുവാണ് കേട്ടോ. ഓരോരോ പച്ചക്കറിയൊക്കെ. അപ്പോൾ ചേട്ടൻ്റെ അതിലെ കട്ടൻ ചായയൊക്കെ കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പൂച്ചക്കുട്ടനും അതിലേ പോകുന്നുണ്ട്. ഞാനവിടെ എന്താ എടുക്കണമെന്നറിയാൻ വേണ്ടി പൂച്ചക്കുട്ടൻ കുറേ നേരം അവിടെ പോയി മാറി നിന്നായിരുന്നു. കാരണം ഞാൻ വേറൊരു പച്ചക്കറി കടയിൽ പോയി പച്ചക്കറി മേടിക്കാൻ നേരത്ത് ഞാൻ അവിടെ നിന്ന് ഉണക്കമീനും മുട്ടയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ ഞാൻ അവിടെ ഇരുന്ന് കിറ്റൊക്കെ അഴിക്കുന്നുണ്ട്. അപ്പം പൂച്ചക്കുട്ടൻ ഓർത്ത് വല്ല ഉണക്കമീനും കാണുമെന്ന് അങ്ങനെ വന്ന് കുറേ നേരം അപ്പുറത്ത് നിന്ന് നോക്കിയതിന് ശേഷം ആൾ പിന്നെ അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ്, സവോള, പിന്നെ കുറച്ച് പച്ചത്തക്കാളി, പിന്നെ ഈ ഒരു കിറ്റിനകത്ത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പച്ചക്കറിനൊക്കെ കൂടുതൽ വഴുതനങ്ങയാണ് കേട്ടോ. കത്തിരിക്ക, വഴുതനങ്ങ അതൊക്കെയാണ് കേട്ടോ. എനിക്കത് തീരെ ഇഷ്ടമില്ല. കഴിക്കുമോ എന്ന് ചോദിച്ചാൽ തോന്നുവാണെങ്കിൽ വല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ ഒക്കെ അകത്തിടും കേട്ടോ. അങ്ങനത്തെ ഓരോന്നും എടുത്ത് വന്നപ്പം പിന്നെ ഭയങ്കര പാടായതുകൊണ്ട് അതെല്ലാം കൂടിയിട്ട് ഞാൻ കുടഞ്ഞിട്ടുണ്ടോ. വഴുതനങ്ങയായിരുന്നു ഏറ്റവും കൂടുതൽ. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് കുടഞ്ഞിട്ടതിന് ശേഷം പിന്നെ ഓരോന്നായിട്ടെല്ലാം മാറ്റി അങ്ങ് വെക്കുവാണ് കേട്ടോ. വലിയൊരു കഷ്ണം മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു താളിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും ആ ഒരു മത്തങ്ങ അങ്ങ് തീരും കേട്ടോ. പിന്നെ ഒരു ലോഡ് വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കും. ഇനി ഇതെല്ലാം ഞാനിങ്ങനെ ഓരോ വട്ടത്തിൽ പാത്രത്തിലാക്കി കൊണ്ടുപോയി മേശയ്ക്കടി വെക്കും കേട്ടോ. എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ഇത്രയും പച്ചക്കറിയാണ് ആ ഒരു കിറ്റിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലോഡ് പച്ചമുളക് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുഞ്ഞുണ്ടമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അതിന് ശേഷം രാത്രി ആയപ്പോഴത്തേക്കും മറ്റേ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഈ പിതൃക്കന്മാർക്കൊക്കെ
ഇങ്ങനെ ഓരോ ഇത് കൊടുക്കും കേട്ടോ. എന്തോ എനിക്കറിയില്ല, അത് ശരിക്കും എനിക്കറിയത്തില്ല പറയാനായിട്ട്. അപ്പോൾ ഇത്തവണ ഇത് നമ്മുടെ സ്വന്തക്കാർ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു ചടങ്ങ് നടത്തുവാണ് കേട്ടോ. കുറച്ച് പലഹാരങ്ങളും അതേപോലെ കള്ള് അങ്ങനെയൊക്കെ വെച്ചിട്ട്, ശർക്കര, അവല്, മലര് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് വെക്കും കേട്ടോ. അത് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ചില ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റ ബൈ ബൈ.